പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ട് ഏതായിരുന്നു? റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കി വന്നു. എന്താ റിവേഴ്സിബിൾ റിയാക്ഷൻ? ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പഠിച്ചു. then അവിടെയുള്ള ഒരു സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിരുന്നു, ഇക്വിലിബ്രിയം. എന്താ ഇക്വിലിബ്രിയം? ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിച്ച പേരായിരുന്നു എന്ത്? റിവേഴ്സിബിൾ റിയാക്ഷൻസിലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേറ്റ്. അല്ലേ? ദെൻ ഈ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേം നമ്മൾ നോക്കിയിരുന്നു, ഒരു ലോ നമ്മൾ നോക്കിയിരുന്നു. എന്താണ്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. എന്താ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറഞ്ഞത്? കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? പ്രഷർ, വോളിയം, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. പ്രഷർ, വോളിയം, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒന്നിന് നമ്മൾ ചേഞ്ച് വരുത്തിയ എപ്പോൾ? റിവേഴ്സിബിൾ റിയാക്ഷൻസിൽ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിനെ പ്രഷർ, വോളിയം, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ എന്നിവയിൽ ഏതിനെങ്കിലും നമ്മൾ ചേഞ്ച് വരുത്തിയ സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? ആ റിയാക്ഷൻ എന്ത് ചെയ്യാൻ ശ്രമിക്കും? ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യാൻ, ഇല്ലാതാക്കാൻ ശ്രമിക്കും. ആ ചേഞ്ചിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇത് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഉദാഹരണം കുറച്ച് പറയുന്നത്, പ്രഷർ കൂട്ടിയ സിസ്റ്റം കുറയ്ക്കാൻ ശ്രമിക്കും, പ്രഷർ കുറച്ച സിസ്റ്റം കൂട്ടാൻ ശ്രമിക്കും, വോളിയം കൂട്ടിയ വോളിയം കുറയ്ക്കാൻ ശ്രമിക്കും, വോളിയം കുറച്ച വോളിയം കൂട്ടാൻ ശ്രമിക്കും. ആര്? ഇക്വിലിബ്രിയത്തിലുള്ള റിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ അല്ലേ? നമുക്ക് നോക്കി വെക്കാം എന്താ അതിൻ്റെ ശരിക്കുള്ള മീനിങ്. നമുക്ക് നോക്കി വെക്കാം. നമുക്ക് ഓരോ എക്സാമ്പിൾ എടുത്ത് തന്നെ നോക്കാം. ഓക്കെ, എല്ലാത്തിൻ്റെയും എഫക്റ്റ് എങ്ങനെയാണ് നമുക്ക് പഠിക്കാനുണ്ട്. നോക്കില്ലേ, നമുക്ക് ഓരോന്നായിട്ട്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷറിനനുസരിച്ച് എങ്ങനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസിലെ ഇക്വിലിബ്രിയത്തിലായിട്ട് അറ്റൈൻ ചെയ്തിട്ടുള്ള സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത് നോക്കല്ലേ. ഞാനൊരു റിയാക്ഷൻ പറയാം. നമുക്ക് ഏറ്റവും കണ്ടുപരിചയമുള്ള നമ്മുടെ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ആയി മാറുന്ന റിയാക്ഷൻ. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ആയി മാറുന്ന നമ്മൾ പഠിച്ച ഹേബർ പ്രോസസ്സ് കേട്ടോ. നമുക്കവിടെ ബാലൻസ് ഇക്വേഷൻ വേണം. സോ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് 2 മോൾ അമോണിയ ഉണ്ടാവുന്നു അല്ലേ? ഇതാണ് നമ്മൾ പഠിച്ച ബാലൻസ് ഇക്വേഷൻ. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? കുറച്ച് മുമ്പ് നോൺ മെറ്റാലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള നമ്മുടെ അമോണിയയുടെ പ്രൊഡക്ഷൻ, എന്ത് പ്രൊഡക്ഷൻ? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഒരു പേരൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഹേബേഴ്സ് പ്രോസസ്. ഹേബർ പ്രോസസ് അല്ലേ? അതിൽ ആ ഒരു റിയാക്ഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം അതിൽ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ട്. ഏതായിട്ട് ഫോർവേഡ് റിയാക്ഷൻ? നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയയായി മാറുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ. തിരിച്ച് അമോണിയ നൈട്രജനും ഹൈഡ്രജനുമായി മാറുന്നതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞ കുറച്ച് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്യാനെടുത്തു, അത് അമോണിയയായി മാറുന്നു. ഫോർവേഡ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവിടെ അമോണിയ ഉണ്ടായി വരുന്നുണ്ട്. ആ അമോണിയ തിരിച്ചും ബാക്ക്വേർഡ് റിയാക്ഷൻ, തിരിച്ച് നൈട്രജനും ഹൈഡ്രജനും ആയി വരുന്നുണ്ട്. അപ്പോൾ സമയം കഴിയുന്നതിനെ കുറിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡായി വരുന്നുണ്ട്. ഈ റിയാക്ഷൻ സ്പീഡ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഒരു ടൈമിൽ വെച്ച് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഒരേപോലെ ആവും. അതിനെ നമ്മൾ വിളിച്ച പേരാണ് ഇക്വിലിബ്രിയം. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും? ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും അല്ലേ? ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഒരുമിച്ച് വരുന്ന ഒരു സമയം അല്ലേ? ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. എന്ത്? പ്രഷറിന് എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് ഉണ്ടോ എന്ന് പറയാൻ പോകണം. ഓക്കെ, ഇപ്പോൾ ബാലൻസ് ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും. ഇതിപ്പോൾ എവിടുന്ന മനസ്സിലായി? നിങ്ങൾ ഈ ബാലൻസ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതുന്ന ഈ സംഖ്യകളില്ലേ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. അതിൻ്റെ സമ്മ് നമുക്ക് എന്താ തരിക? എത്ര റിയാക്റ്റൻസ് ഉണ്ട്, എത്ര പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര റിയാക്റ്റൻസ് ഉണ്ട്? 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും കൂടി ചേർന്ന് 4 മോൾ റിയാക്റ്റൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് എത്ര ഉണ്ട്? അമോണിയ മാത്രമാണ്. എത്ര എണ്ണം? 2 മോൾ. അപ്പോൾ 2 മോൾ പ്രൊഡക്റ്റും ഉണ്ട്, 4 മോൾ റിയാക്റ്റൻസും ഉണ്ട്, 2 മോൾ പ്രൊഡക്ട്സും ഉണ്ട്. ഇതറിയാം നമുക്ക് എന്ത് മാത്രമേ വേണ്ടൂ? ബാലൻസ് ഇക്വേഷൻ മാത്രം മതി. ഓക്കെ അല്ലേ? ബാലൻസ് ഇക്വേഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പറയാനും പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇതേപോലെ നമ്മുടെ ലൈവ് ക്ലാസ് റൂം അല്ല, ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂം ആയിരുന്നു. ലൈവായിട്ട് നിങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുകയാണ്.
അത്തരം ഒരു ക്ലാസ് റൂം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. എൻ്റെ മുമ്പിൽ ഒരു 4 കുട്ടികളുണ്ട്. ഞാൻ നല്ല ഉഷാറായിട്ട് ക്ലാസ് എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ നിൽക്കും ആ 4 പേരും. കാരണം എന്താണ്, എനിക്ക് വലിയ ടെൻഷനില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ നേരെ തിരിച്ച് അടുത്തൊരു ക്ലാസ് റൂം ഞാൻ അപ്പുറത്ത് കയറി. അവിടെ ആ ഫുൾ ബെഞ്ചിൽ എല്ലാവരും നിറഞ്ഞിരിക്കുക, 19 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ട്. കാരണം എന്താണ്, കുറേ ചോദ്യങ്ങൾ വരും, കുറേ പേരോട് വർത്തമാനം വന്നിട്ടുണ്ടായിരിക്കും, കുറേ പേരോട് സിനിമാ കഥ പറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, കുറേ പേരോട് ഉടായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ എനിക്ക് എന്താണ്, എൻ്റെ പ്രഷർ കൂടുതലാണ്. കാരണം എനിക്ക് കുറേ ആൾ കൂടി അല്ലേ, ആ സിസ്റ്റത്തിൻ്റെ ആൾ കൂടി, ആ സിസ്റ്റത്തിൽ കുറേ പാർട്ടിക്കിൾസായി. അപ്പോൾ അവിടെ എന്തായി, പ്രഷർ കൂടി. അപ്പോൾ ആൾ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും, ശരിയല്ലേ? ആൾ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഏറ്റവും ആദ്യ സമയങ്ങളിൽ റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കൂടുതലാണ്, അവിടെ പ്രഷർ എന്താണ്, കൂടുതലായിരിക്കും. ഇനി പ്രൊഡക്റ്റ് ആയപ്പോൾ ആകെ 2 മോൾ ആൾക്കാരേ ഉള്ളൂ, അവിടെ പ്രഷർ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ആൾ കുറഞ്ഞാൽ പ്രഷർ കുറവായിരിക്കും. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലാണ്, വിച്ച് മീൻസ് പ്രഷർ ഹൈ ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണ്, വിച്ച് മീൻസ് പ്രഷർ കുറവാണ്. പറഞ്ഞ കാര്യം കറക്റ്റാണോ? ആൾ കൂടിയാൽ പ്രഷർ കൂടും, ആൾ കുറഞ്ഞാൽ പ്രഷർ കുറയും. ഓക്കെ അല്ലേ? എവിടെ നിന്ന് ഈ ആൾക്കാരുടെ എണ്ണം കിട്ടി? ബാലൻസ് ഇക്വേഷൻ നമുക്ക് കിട്ടി. വേറെ സിസ്റ്റം നോക്കിയോ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ് നമ്മുടെ ഹൈഡ്രജൻ അയഡൈഡിൻ്റെ ഫോർമേഷൻ. 2 മോൾ പ്രൊഡക്റ്റ് 1 2 മോൾ റിയാക്റ്റൻസ്. വേറൊരു റിയാക്ഷൻ നോക്കിയോ, റിവേഴ്സിബിളി ഗീവ്സ് സൾഫർ ട്രയോക്സൈഡിൻ്റെ ഫോർമേഷൻ. 2 3 മോൾ റിയാക്റ്റൻസ്, 2 മോൾ പ്രൊഡക്റ്റ്. ഇവിടെ എണ്ണം കൂടുതലാണ്, ഇപ്പോൾ ഇവിടെ പ്രഷർ കൂടുതൽ. എണ്ണം കുറവാണ്, ഇവിടെ പ്രഷർ കുറവ്. എണ്ണം കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 2 സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് പ്രഷർ ഏത് സൈഡിലാണ് കൂടുതൽ, ഏത് സൈഡിലാണ് കുറവ് എന്ന് പറയാൻ പറ്റില്ല. 2 സൈഡും തുല്യമാണ്. ഇവിടെ ആൾ കൂടുതലാണ്, ഇവിടെ ആൾ കുറവാണ്. അപ്പോൾ ഇവിടെ പറയാൻ പറ്റും എന്ത്, ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും, ഇവിടെ പ്രഷർ കുറവായിരിക്കും. ശരിയല്ലേ? എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? ദെൻ ഇനി നോക്കിട്ടോ, റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുക എന്ന് പറയുമ്പോൾ 4 മോൾ ആൾക്കാരുണ്ടായിരുന്ന 2 മോൾ ആൾക്കാരായി മാറുകയാണ്. 4 മോൾ റിയാക്റ്റൻസ് ഉണ്ടായിരുന്ന 2 മോൾ പ്രൊഡക്റ്റായി മാറുകയാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുകയാണ്. അപ്പോൾ കൂടിയ പ്രഷറിൽ നിന്ന് കുറഞ്ഞ പ്രഷറിലേക്ക്, വിച്ച് മീൻസ് പ്രഷർ അവിടെ കുറയുകയാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രഷർ കുറയുകയാണ്. അപ്പോൾ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുക, ആ റിയാക്ഷൻ നമ്മൾ വിളിച്ച പേരെന്താ, ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യാണ്, പ്രഷർ കുറയുകയാണ്. ഇങ്ങനെ മനസ്സിലായി. 4 ആയിരുന്നൊക്കെ 2 ആൾക്കാരായി മാറുകയാണ്. തിരിച്ച് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റായി മാറുക, ഏത് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ. 2 ആളുണ്ടായിരുന്നു 4 ആളായി മാറി. അപ്പോൾ പ്രഷർ കുറഞ്ഞോടുന്ന പ്രഷർ കൂടിയിലേക്ക് വരികയാണ്. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ഇത് എവിടുന്ന് മനസ്സിലായി? നമ്മുടെ ഈ നമ്പർ മാത്രം വെച്ച്, സ്റ്റോഷിയോമെട്രി മാത്രം വെച്ച്, ബാലൻസ് ഇക്വേഷൻ മാത്രം വെച്ച് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുക അറിയോ? ഈ റിയാക്ഷനിൽ പ്രഷറിൻ്റെ എഫക്റ്റ് എന്താണ്? വെൻ, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ വി നമ്മൾ എന്ത് ചെയ്തു, ഇൻക്രീസ് ദ പ്രഷർ. വെൻ വി ഇൻക്രീസ് ദ പ്രഷർ ഓഫ് Haber process of the system, nitrogen plus hydrogen reversibly gives ammonia, what will be the effect? നമ്മൾ പ്രഷർ എന്ത് ചെയ്തു, കൂട്ടി. അപ്പോൾ ഈ റിയാക്ഷന് എന്ത് മാറ്റമാണ് ആ പ്രഷർ കൂട്ടിയത് കൊണ്ടുണ്ടാവുക? അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നമ്മൾ എന്താ പഠിച്ച്, പ്രഷർ കൂട്ടിയ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. ഏത് സിസ്റ്റം? റിവേഴ്സിബിൾ റിയാക്ഷൻസിൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റം എന്ത് ചേഞ്ചാണോ അവിടെ സംഭവിച്ചത് അതിനെ നള്ളിഫൈ ചെയ്യാൻ ശ്രമിക്കും. ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ലേ ഷാറ്റ്ലിയർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലേ ഷാറ്റ്ലിയർ തത്വത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ നോക്കിയോ, നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയായി മാറുന്നു. അതാണ് നമ്മുടെ റിയാക്ഷൻ. ഞാൻ എന്ത് ചെയ്തു, പ്രഷർ കൂട്ടി. സിസ്റ്റം എന്ത് ചെയ്യും, പ്രഷർ കുറയ്ക്കും. പ്രഷർ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷനാണോ നടക്കേണ്ടത്, ബാക്ക്വേർഡ് റിയാക്ഷനാണോ നടക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറയാണ്. ഞാൻ കൂട്ടി, അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യണം, പ്രഷർ കുറയ്ക്കണം. അപ്പോൾ ഏത് റിയാക്ഷൻ അവിടെ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ അവിടെ സ്പീഡ് ആവും. സോ വെൻ വി ഇൻക്രീസ് ദ പ്രഷർ, forward reaction become more faster. Forward reaction become more faster. എന്തുകൊണ്ട്? അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, വെൻ വി ഇൻക്രീസ് ദ പ്രഷർ ദ സിസ്റ്റം വിൽ റെഡ്യൂസ് ദ പ്രഷർ. സിസ്റ്റത്തിന് പ്രഷർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ബാക്ക്വേർഡ് നടക്കണോ, ഫോർവേഡ് നടക്കണോ? ഫോർവേഡ് നടക്കണം. എവിടുന്ന് മനസ്സിലായി? നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യം ചോദിച്ചു, വാട്ട് വിൽ ബി ദ എഫക്റ്റ് വെൻ വി ഡിക്രീസ് ദ പ്രഷർ? ഈ സിസ്റ്റത്തിൽ നമ്മൾ പ്രഷർ കുറച്ചു, എന്താണ് സംഭവിക്കുക? വെൻ വി ഡിക്രീസ് ദ പ്രഷർ ദ സിസ്റ്റം
അഡ്ജസ്റ്റ് ടു ഇൻക്രീസ് ദ പ്രഷർ അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ. Le Chatelier പ്രിൻസിപ്പിൾ അനുസരിച്ച് സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? കൂട്ടാൻ ശ്രമിക്കും. സിസ്റ്റത്തിന് പ്രഷർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നാലാണ് പ്രഷർ കൂടുക അല്ലേ? അപ്പോൾ സോ ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം മോർ ഫാസ്റ്റർ. അപ്പോൾ ഒരു ഹാബർ പ്രോസസ് അമോണിയ ഉണ്ടാക്കുന്ന സമയത്ത് അമോണിയ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഈ റിയാക്ഷനാണ് ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും ഉള്ള റിവേഴ്സിബിൾ റിയാക്ഷനാണ്. നമുക്ക് പ്രഷർ കൂട്ടുന്ന കുറയ്ക്കണം, അല്ലത് നമുക്ക് ആരെ കൂടുതൽ കിട്ടണം? അമോണിയയെ കൂടുതൽ കിട്ടണം. അമോണിയ കൂടുതൽ കിട്ടണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആവണം. ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ പ്രഷർ കുറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ കൂട്ടണം. സോ ദാറ്റ്സ് വൈ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഹാബർ പ്രോസസ്സിൽ ഹൈ പ്രഷറിലാണ് 218 പ്രഷറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്തിനാണ് അവിടെ നമ്മൾ പ്രഷർ ഹൈ ആയിട്ട് വെച്ചിട്ടുള്ളത്. കാരണം പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ സ്പീഡാകും. ഫോർവേഡ് റിയാക്ഷൻ സ്പീഡായി കഴിഞ്ഞാൽ അമോണിയ അവിടെ കുറേ ഫോം ചെയ്യും. ലോജിക്ക് മനസ്സിലായോ? എളുപ്പമല്ലേ? ദെൻ ഈ കേസിൽ നോക്ക് കേട്ടോ. ഈ കേസിൽ വാട്ട് എഫക്റ്റ് വെൻ വി ഡിക്രീസ് ദ പ്രഷർ? നമ്മൾ പ്രഷർ കുറച്ചു. എന്താണ് സംഭവിക്കുക? നമ്മൾ പ്രഷർ കുറച്ച് സിസ്റ്റം പ്രഷർ കൂട്ടാൻ ശ്രമിക്കും അല്ലേ? ഇവിടെ നമ്പർ ഓഫ് പാർട്ടികൾ രണ്ട് സൈഡിലും ഈക്വലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രഷറും ഈക്വലാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ പ്രഷർ കുറഞ്ഞു എന്നോ ഇങ്ങോട്ട് പോകുമ്പോൾ പ്രഷർ കുറഞ്ഞു എന്നോ കൂടി നമുക്ക് പറയാൻ പറ്റുമോ? ഫോർവേഡ് റിയാക്ഷൻ പ്രഷർ കുറയ്ക്കുകയാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ പ്രഷർ കൂട്ടാൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. രണ്ട് സൈഡും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ആണ്. സോ അവിടെ പ്രഷറിന് യാതൊരുവിധ എഫക്റ്റും ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത കേസ് നോക്ക്. ഇവിടെ പ്രഷർ കൂടുതലാണ്, ഇവിടെ പ്രഷർ കുറവാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്തോറും പ്രഷർ കുറയുന്നു, ഇങ്ങോട്ട് പോകുന്തോറും പ്രഷർ കൂടുന്നു. കുറഞ്ഞെന്ന് കൂടിയേക്ക്, കൂടിയെന്ന് കുറഞ്ഞേക്ക്. അപ്പോൾ കുറയുന്നു, കൂടുന്നു. ഫോർവേഡ് റിയാക്ഷൻ കുറയുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുന്നു. അപ്പോൾ ഈ റിയാക്ഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്? പ്രഷർ കൂട്ടി. സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. പ്രഷർ കുറയ്ക്കുന്ന റിയാക്ഷൻ ഏതാ? ഫോർവേഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ പ്രഷർ കൂട്ടി ഏത് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. എന്തുകൊണ്ട് നടക്കും? അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ, സിസ്റ്റം വിൽ റെഡ്യൂസ് ദ എഫക്റ്റ്. സോ ആസ് ടു റെഡ്യൂസ് ദ പ്രഷർ ഇറ്റ് മസ്റ്റ് ഗോസ് ഓൺ വിത്ത് ഫോർവേഡ് ഡയറക്ഷൻ. സോ പ്രഷർ ഡിക്രീസസ്. ശരിയാണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് പ്രഷറിൻ്റെ എഫക്റ്റ്? Le Chatelier പ്രിൻസിപ്പിൾ എന്നത് മനസ്സിലായോ? എളുപ്പമല്ലേ പറഞ്ഞ കാര്യം? നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കും. അതിപ്പോൾ ഒരു പ്രകൃതി സത്യമാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ എഫക്റ്റ് ഓഫ് പ്രഷർ. ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരാളാണ്. ആരറിയോ? നമ്മുടെ വോളിയം. ആരാണ്? എഫക്റ്റ് ഓഫ് വോളിയം. പ്രഷറിനെ പോലെ തന്നെ പറയാൻ പറ്റുന്ന ആളാണ് ആര്? വോളിയത്തിൻ്റെ കേസ് കേട്ടോ. നോക്കി നോക്കാം. എഫക്റ്റ് ഓഫ് വോളിയം നമ്മൾ പഠിച്ചത് ഏതാ? എഫക്റ്റ് ഓഫ് പ്രഷർ. നമ്മൾ നോക്കണത് ഏതാ? എഫക്റ്റ് ഓഫ് വോളിയം. നമുക്ക് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, കോൺസെൻട്രേഷൻ. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, കോൺസെൻട്രേഷൻ. ഇതൊക്കെ ചേഞ്ച് വന്ന വ്യത്യാസം ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പം ഇനി എങ്ങനെയാണ് വോളിയത്തിൻ്റെ കേസ് നോക്കിയല്ലേ? പഠിച്ച ഇക്വേഷൻ ഒരിക്കൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എടുക്കാം. നമ്മുടെ അമോണിയ ആയിക്കോട്ടെ, നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ റിവേഴ്സിബിളി ഗീവ്സ് അമോണിയ. 2 moles of ammonia, 1 moles of nitrogen plus 3 moles of hydrogen reversibly gives 2 moles of ammonia. Forward reaction reactant product ആവുന്നതാണ്. പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആവുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, സംശയമില്ലല്ലോ? ഇനി ഇങ്ങോട്ട് വായോ. എന്താണ് വോളിയം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രഷറിൻ്റെ കേസ് എളുപ്പത്തിൽ പറഞ്ഞു. ഇവിടെ അതേപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബേസിൽ നമുക്ക് പെട്ടെന്ന് വോളിയം പറയാം. ഇവിടെ നോക്കാം. 4 മോൾ ആൾക്കാരുണ്ട്. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ അവിടെ 2 മോൾ പ്രൊഡക്റ്റാണ് ഉള്ളത്. 4 മോൾ റിയാക്റ്റൻറ്റും 2 മോൾ പ്രൊഡക്റ്റും. 2 ആൾക്കിരിക്കാനാണോ 4 ആൾക്കിരിക്കാനാണോ കൂടുതൽ സ്ഥലം ആവശ്യം വരിക? 4 ആൾക്കിരിക്കാനാണ്. ഇപ്പോൾ ഒരു ബെഞ്ചിൽ 2 ആളിരിക്കുന്നതാണോ 4 ആളിരിക്കുന്നതാണോ കുറേ സ്പേസ് വരിക? അതിന് 5ാമത് ആളിരിക്കണമെങ്കിൽ വീണ്ടും വലിയ ബെഞ്ചാവേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ ആൾ കൂടുന്നതോടും വോളിയം എന്ത് ചെയ്യും? കൂടും. അപ്പോൾ സിംപിളി പെട്ടെന്ന് പറഞ്ഞോ, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലാണോ വോളിയം കൂടുതൽ, പ്രൊഡക്റ്റിൻ്റെ സൈഡിലാണോ വോളിയം കൂടുതൽ? റിയാക്റ്റൻ്റ് ആണ് എമൗണ്ട് കൂടുതൽ, അപ്പോൾ അവിടെ വോളിയം കൂടുതലായിരിക്കും. പ്രൊഡക്റ്റിൻ്റെ അവിടെ വോളിയം കുറവായിരിക്കും. ശരിയല്ലേ? ഉറപ്പല്ലേ? ദെൻ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവണതാണ്. അപ്പോൾ കൂടിയ വോളിയം കുറഞ്ഞ വോളിയം ആവുകയാണ്. അപ്പോൾ ആ റിയാക്ഷൻ എന്താണ്? വോളിയം കുറയുന്ന റിയാക്ഷനാണ്. കുറഞ്ഞ വോളിയം കൂടുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ്? വോളിയം അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഏത് റിയാക്ഷൻ? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മാത്രം മതി? ആ ഒരു ഇക്വേഷൻ മാത്രം കിട്ടിയാൽ മതി. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരിക. അറ്റ് ഇക്വിലിബ്രിയം ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ വെൻ വി, നമ്മൾ എന്താ ചേഞ്ച് വരുന്നത് നോക്കാം കേട്ടോ. നമ്മൾ എഫക്റ്റ് ഓഫ് വോളിയം വി
increase the volume increases, what will be the effect on reversible reaction at equilibrium? Equilibrium reversible reaction volume increase ചെയ്താൽ എന്ത് എഫക്റ്റ് ഉണ്ടാവും? ഏത് കേസിൽ? ഈ കേസിൽ വോളിയം കൂട്ടി സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? കുറയ്ക്കാൻ ശ്രമിക്കും according to Le Chatelier principle. So when we increase the volume, then system will reduce the volume accordance with Le Chatelier principle. അപ്പോൾ വോളിയം കുറയ്ക്കണം. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞോ വോളിയം കുറയ്ക്കണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ബിക്കം മോർ ഫാസ്റ്റർ. ഏത് റിയാക്ഷനാണ് സ്പീഡായത്? ഫോർവേഡ് റിയാക്ഷൻ സ്പീഡായി. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ സ്പീഡാകുമ്പോൾ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം ഫോർവേഡിൻ്റെ ഡയറക്ഷനിലേക്ക് വരും. പുതിയൊരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും ബൈ മീൻസ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ ആണോ? പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ദെൻ what will be the effect when we decrease the volume? വോളിയം ഞാൻ കുറച്ചു. സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? വോളിയം കൂട്ടാൻ ശ്രമിക്കും അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ. വോളിയം കൂടണമെന്നുണ്ടെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? വോളിയം കൂടണമെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് സ്പീഡ് ആവേണ്ടത്. അപ്പോൾ when we decrease the volume, the system will increase the volume according to Le Chatelier principle. So backward reaction become more faster. എളുപ്പല്ലേ? ഏത് പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ പ്രഷർ പറഞ്ഞ പോലെ തന്നെ സെയിം എഫക്റ്റ്. ഇതിൻ്റെ അടുത്ത കേസ് നോക്കിയോ, ഏത്? നമ്മുടെ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ കേസ് നോക്കി നോക്കാം. സൾഫർ ഡൈ ഓക്സൈഡ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് സൾഫർ ട്രയോക്സൈഡായി മാറുന്ന കേസ്. സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് സൾഫർ ട്രയോക്സൈഡായി മാറുന്ന കേസ് കേട്ടോ. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. വാട്ട് വിൽ ബി ദ എഫക്റ്റ് at equilibrium for reversible reaction for the formation of sulfur trioxide when we increase the volume? നമ്മൾ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ ഈ റിയാക്ഷന്, ഇക്വിലിബ്രിയത്തിലുള്ള ഈ റിയാക്ഷന് എന്ത് മാറ്റം സംഭവിക്കും നോക്കാം. കണ്ടുപിടിക്കുക. 2 മോൾ റിയാക്റ്റൻ്റ്, 2 മോൾ പ്രൊഡക്റ്റ്, 1 മോൾ പ്രൊഡക്റ്റ്. അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തെറ്റും. കാരണം എന്താണ്? ഇത് ബാലൻസ്ഡ് അല്ല. അപ്പോൾ ആദ്യം നമുക്ക് ബാലൻസ് ആക്കാം. ഓക്കെ ആണോ? അപ്പോൾ ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 3 മോൾ റിയാക്റ്റൻസ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. 3 മോൾ റിയാക്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത്. 2 മോൾ പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ചോദ്യമൊക്കെ അവിടെ കേട്ടെ. ആദ്യത്തെ പരിപാടി ഇതാണ്. 3 മോൾ ആൾക്കിരിക്കാനാണോ 2 മോളിൽ ആൾക്കിരിക്കാനാണോ കൂടുതൽ സ്ഥലം ആവശ്യം വരിക? അപ്പോൾ ഇവിടെ വോളിയം കൂടുതൽ, ഇവിടെ വോളിയം കുറവ്. അപ്പോൾ ഫോർവേഡ് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്നു, കൂടിയ വോളിയം കുറയുന്നു. അപ്പോൾ വോളിയം എന്താ ചെയ്യുന്നത്? ഡിക്രീസസ്. ബാക്ക്വേർഡ് റിയാക്ഷൻ പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റായി മാറുന്നു, കുറഞ്ഞ വോളിയം കൂടിയ വോളിയം ആവുന്നു. സോ വോളിയം ഇൻക്രീസസ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വോളിയം ഇൻക്രീസ് ചെയ്തു. സോ സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ സിസ്റ്റം വിൽ ഡിക്രീസ് ദ വോളിയം. വോളിയം ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. സോ വെൻ വി ഇൻക്രീസ് ദ വോളിയം, ഫോർവേഡ് റിയാക്ഷൻ ബിക്കം മോർ ഫാസ്റ്റർ എന്നുള്ളത് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വോളിയത്തിന് എന്ത് ചേഞ്ച് വരുന്നു? എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബേസിൽ കണ്ടുപിടിക്കാം. പ്രഷറിന് എന്ത് സംഭവിക്കുന്നു? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബേസിൽ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് പാർട്ടികൾ കൂടുതലാണെങ്കിൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. നമ്പർ ഓഫ് പാർട്ടികൾ കുറവാണെങ്കിൽ അവിടെ പ്രഷർ കുറവായിരിക്കും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലാണെങ്കിൽ അവിടെ വോളിയം കൂടുതലായിരിക്കും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണെങ്കിൽ അവിടെ വോളിയം കുറവായിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? 2 പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കി. ആരൊക്കെ? പ്രഷറും വോളിയവും. ഇനി അടുത്ത ആൾ നമുക്ക് നോക്കാം. എന്താണ്? കോൺസെൻട്രേഷൻ. എന്താണ്? എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. നോക്കിയോക്കല്ലേ? ഓക്കെ, അടിച്ചോ. പുതിയതാ അതടുത്ത. സോ അടുത്ത കേസ് നമ്മൾ നോക്കുകയാണ് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. റിയാക്ഷൻ നോക്കല്ലേ? നോക്കാം. നമ്മുടെ ഏതിനെടുക്കാം? ഹേബർ പ്രോസസ്സിന് എടുക്കാം. നൈട്രജൻ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് അമോണിയ, 2 മോളിക്യൂൾസ് അമോണിയ ഫോം ചെയ്യുന്നു. ഓക്കെ, നൈട്രജൻ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്നു. ഞാൻ കോമൺ ആയിട്ട് ഒരു റിയാക്ഷൻ പറഞ്ഞുതരാം, നിങ്ങൾ നോക്കിയോ കേട്ടോ. വിറക് കത്തിക്കുന്നു, ഹീറ്റ് ഫോം ചെയ്യുന്നു, തീ ഉണ്ടാവുന്നു. വിറകിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ തീയുടെ എമൗണ്ടും കൂടും. ശരിയല്ലേ? വിറകിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ തീയുടെ എമൗണ്ടും കൂടും. അപ്പോൾ റിയാക്റ്റൻ്റ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് റിയാക്ഷൻ കൂടും? ഫോർവേഡ് റിയാക്ഷൻ കൂടും. റിയാക്റ്റൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും, പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടും കൂടും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പോൾ റിയാക്റ്റൻസ് ഉണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാവുക? ആ പെർട്ടിക്കുലർ റിയാക്ഷൻ നടക്കുക.
അപ്പോൾ റിയാക്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് റിയാക്ഷൻ നടക്കും? റിയാക്റ്റൻറ്റ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റായി മാറുന്ന റിയാക്ഷൻ നടക്കും, ഫോർവേഡ് റിയാക്ഷൻ കൂടും. പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്ക്വേർഡ് റിയാക്ഷൻ, കാരണം അപ്പോൾ റിയാക്റ്റൻ്റ് ആരായി? അമോണിയ. അപ്പോൾ അമോണിയ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ ശ്രമിക്കും. അമോണിയ കുറയുന്നതെങ്കിൽ എന്ത് നടക്കണം? തിരിച്ചത് നൈട്രജനും ഹൈഡ്രജനും ആവണം. ഏത് റിയാക്ഷൻ? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇത് കൂടിക്കഴിഞ്ഞാൽ ഇത് കുറയണം, ഇത് കുറയണം, റിയാക്റ്റൻറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? അത് പ്രൊഡക്റ്റായി മാറണം, ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. ഇത് കൂടി, അപ്പോൾ ഇത് കുറയണം, അപ്പോൾ ഏത് റിയാക്ഷൻ നടക്കണം? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. ക്വസ്റ്റ്യൻ നോക്കാം, വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. വാട്ട് വിൽ ബി ദ എഫക്റ്റ് when we increase the concentration of ഹൈഡ്രജൻ? ഹൈഡ്രജൻ്റെ എമൗണ്ട് ഞാൻ കൂട്ടി. ഹൈഡ്രജൻ അവിടെ എന്താ നോക്കുക? എന്താ അവിടുത്തെ ഹൈഡ്രജൻ? അവിടുത്തെ ഒരു റിയാക്റ്റൻ്റ് ആണ്. റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? കുറയണം. റിയാക്റ്റൻറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ, വിറക് അവിടെ കുറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിണ്ടാവണം? അത് തീയായി മാറിയിട്ടുണ്ടാവണം, പ്രൊഡക്റ്റായി മാറിയിട്ടുണ്ടാവണം. അപ്പോൾ എന്ത് റിയാക്ഷൻ നടന്നിട്ടുണ്ടാവണം? ഫോർവേഡ് റിയാക്ഷൻ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കൂടിയ ഫോർവേഡ് റിയാക്ഷൻ സ്പീഡാവും. ഫോർവേഡ് റിയാക്ഷൻ സ്പീഡാവും. ഇതേ എഫക്റ്റ് തന്നെയായിരിക്കും നൈട്രജൻ എമൗണ്ട് കൂടിയാലും. ശരിയല്ലേ? ദെൻ അടുത്ത കേസ് ആലോചിക്ക്. വെൻ വി ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. അമോണിയ ഞാൻ കുറേ ആയിക്കൊണ്ടെന്ന് വെച്ചു. അപ്പോൾ അവിടെ അമോണിയ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അമോണിയുടെ എമൗണ്ട് കുറയണം. അതാണ് ആര് പറയുന്നത്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ അമോണിയ എമൗണ്ട് കുറയണമെങ്കിൽ അമോണിയക്ക് എന്തായി മാറിയിട്ടുണ്ടാവണം? നൈട്രജനും ഹൈഡ്രജനുമായി മാറണം. ഏത് റിയാക്ഷൻ? ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ അവിടെ ഏത് റിയാക്ഷൻ നടന്നുണ്ടാവുക? ബാക്ക്വേർഡ് റിയാക്ഷനാണ് സ്പീഡായി ഉണ്ടാവുക. ബാക്ക്വേർഡ് റിയാക്ഷനാണ് സ്പീഡായി ഉണ്ടാവുക. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കൂടിയ ഫോർവേഡ് റിയാക്ഷനും പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടിയ ബാക്ക്വേർഡ് റിയാക്ഷനും. തിരിച്ചും ചിന്തിച്ചോ, റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ റിയാക്റ്റൻ എമൗണ്ട് കൂടണം. റിയാക്റ്റൻ എമൗണ്ട് കൂടണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടണം. പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. പറഞ്ഞാലും ക്ലിയർ ആലോ? അപ്പോൾ എന്താ കോൺസെൻട്രേഷൻ എഫക്റ്റ്? കോൺസെൻട്രേഷൻ എവിടെയാണോ കുറവ് അവിടേക്ക് അത് കൂട്ടാൻ ശ്രമിക്കും. കോൺസെൻട്രേഷൻ എവിടെയാണോ കൂടുതൽ അവിടെ അത് കുറയ്ക്കാൻ ശ്രമിക്കും. ദെൻ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് റിയാക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. ഫോർവേഡ് വേണോ ബാക്ക്വേർഡ് വേണോ? ഓക്കെ ആണോ? പറഞ്ഞാലും ക്ലിയർ ആണോ? ഓക്കെ. കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് എങ്ങനെ? റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടിയാൽ കുറയ്ക്കാൻ നോക്കും. എന്ത് ചേഞ്ചാണ് വരുന്നത് അതിനെതിരെ. കൂടുകയാണെങ്കിൽ കുറയ്ക്കാൻ, കുറയ്ക്കുകയാണെങ്കിൽ കൂട്ടാൻ. റിയാക്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ വഴിക്ക്, പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വഴിക്ക്. ഓക്കെ, ഇതാണ് ആര് പറയുന്നത്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി നമുക്കൊരാളുടെ പഠിക്കാനുള്ള ആരാണ് അറിയോ? ടെമ്പറേച്ചറും പിന്നെ കാറ്റലിസ്റ്റും. ടെമ്പറേച്ചറും കാറ്റലിസ്റ്റും ഇതുകൂടി പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ ഉണ്ടാവും, കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 3 പഠിച്ചു. പ്രഷർ, വോളിയം, കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ വളരെ എളുപ്പമാണ്. വോളിയം പ്രഷറും നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബേസിൽ പെട്ടെന്ന് പറയാൻ പറ്റും. അടുത്ത ആളാരാ? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയ ടെമ്പറേച്ചർ കുറഞ്ഞ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടിയ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞ എന്ത് സംഭവിക്കും? നിങ്ങൾക്കത് പറഞ്ഞു വയ്ക്കുന്ന മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ആദ്യം ജസ്റ്റ് റിയാക്ഷൻ മാത്രം കിട്ടിയാൽ പോരാ. ആ റിയാക്ഷൻ 2 ടേം നിങ്ങൾ പഠിച്ചോ. എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ 2 വാക്ക്? എക്സോതെർമിക് റിയാക്ഷൻസ് ഓർ എൻഡോതെർമിക് റിയാക്ഷൻസ്. എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വീട്ടിൽ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലേ? അപ്പോൾ കളയാൻ ഉപയോഗിക്കുന്ന വാക്കായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. എക്സോ മീൻസ് റിമൂവ്. അപ്പോൾ ടെമ്പറേച്ചർ പുറത്ത് പോകുന്ന അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് പോകുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക്. ഉദാഹരണം പറഞ്ഞുതരാം. വാട്ടർ ഐസായി മാറുന്നു. വാട്ടർ ഐസായി മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് കൊടുക്കല്ല വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് പുറത്തെടുക്കുക വേണ്ടത്. അപ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷനാണ് വാട്ടർ ഐസ് ആവുക എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? ദെൻ ഐസ് വാട്ടർ ആവണമെന്ന് വിചാരിച്ചോ? ഐസും കട്ട ചൂടാക്കണം. ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുക്കണം. ചൂട് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, വേണ്ടേ? അപ്പോൾ അതെന്ത് റിയാക്ഷൻ ആയിരിക്കും? എൻഡോതെർമിക് റിയാക്ഷനാണ്. ഹീറ്റ് എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യാണ്. ഹീറ്റ് എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് വാങ്ങുക. അപ്പോൾ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്ത് വിടുന്നത്, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇങ്ങോട്ട് വാങ്ങണത്. ഓക്കെ, നോക്കിക്കോട്ടോ. എക്സോതെർമിക്കിനൊരു ഉദാഹരണമായിരുന്നു വാട്ടർ ഐസ് ആവണത്. വാട്ടർ ഐസ് ആവണത് എന്തിന് ഉദാഹരണമാണ്? എക്സോതെർമിക്കിന് ഉദാഹരണമാണ്. ഐസ് വാട്ടർ ആവണത് എന്തിന് ഉദാഹരണമാണ്? എൻഡോതെർമിക്കിന് ഉദാഹരണമാണ്.
അത് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ടെമ്പറേച്ചർ കൂടുന്നത് ഏത് റിയാക്ഷന് ഫോളോബിൾ ആണ്, ടെമ്പറേച്ചർ കുറയണത് ഏത് റിയാക്ഷന് ഫേവറബിൾ ആണെന്ന് പറയാൻ പറ്റുക. ഓക്കെ, നോക്കാട്ടോ. സപ്പോസ് ഒരു ഉദാഹരണം, എ ഗീവ്സ് ബി ഈസ് ഗിവൺ ബൈ ഈസ് ആൻ എക്സോതേർമിക് റിയാക്ഷൻ. എ ബി ആവുക എന്ന് പറയുന്ന ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ് എങ്കിൽ ബി എ ആവുക എന്ന് പറയുന്ന റിയാക്ഷൻ എന്തായിരിക്കും, എൻഡോതെർമിക് ആയിരിക്കും. ഇത് എക്സോതെർമിക്, ഇത് എൻഡോതെർമിക് ആവും. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ആ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും, എൻഡോതെർമിക് ആവും. ഇത് രണ്ടും എളുപ്പത്തിൽ നടക്കുന്ന റിയാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. വെള്ളം ഐസാക്കാനും പറ്റും, ഐസിനെ വാട്ടർ ആക്കാനും പറ്റും അല്ലേ. അപ്പോൾ വാട്ടർ ഐസ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഹീറ്റ് ഇങ്ങോട്ട് വാങ്ങി പുറത്തേക്ക് എടുത്തു. തിരിച്ച് ഐസിനെ വാട്ടർ ആക്കണം എന്ത് ചെയ്യുന്നു, ആ ഹീറ്റ് കിട്ടിയ പുറത്തൊക്കെ കുളിക്കാൻ കൊടുക്കേണ്ടി വരും, അങ്കറിനെ കൊടുക്കേണ്ടി വരും, ശരിയല്ലേ. അപ്പോൾ ഒരെണ്ണം എക്സോതെർമിക് ആണെങ്കിൽ തിരിച്ചുള്ള റിയാക്ഷൻ എന്തായിരിക്കും, എൻഡോതെർമിക് ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള എൻഡോതെർമിക് ആണെങ്കിൽ ഇങ്ങോട്ടുള്ള എന്തായിരിക്കും, എക്സോതെർമിക് ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ രണ്ട് ടേമുകൾ ക്ലിയർ ആണോ? ഈ ടേമുകൾ ക്ലിയർ ആയാലാണ് അതിൻ്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാവുക. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. എക്സോതെർമിക് റിയാക്ഷന് ഏത് ടെമ്പറേച്ചറാണ് ഫീസിബിൾ ആയിട്ടുള്ളത്, എൻഡോതെർമിക് ആണെങ്കിൽ ഏത് ടെമ്പറേച്ചറാണ് ഫീസിബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം. സോ നമ്മൾ എന്താ പറഞ്ഞു വെച്ച്, എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്ത് വിടുന്നത്, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ സപ്പോസ് ഒരു റിയാക്ഷൻ എ ഗീവ്സ് ബി, എ റിവേഴ്സിബിളി ഗീവ്സ് ബി. റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ് ഇക്വിലിബ്രിയം ഉള്ളൂ. ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ എന്തുള്ളൂ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളൂ കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി, താപനില ഞാൻ വർദ്ധിപ്പിച്ചു. ഈ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷനാണോ ബാക്ക്വേർഡ് റിയാക്ഷനാണോ സ്പീഡ് ആവുക, ചെക്ക് ചെയ്യാം. സപ്പോസ് എ ഗീവ്സ് ബി എന്ന് പറയുന്ന ഫോർവേഡ് റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതൊരു എക്സോതെർമിക് ആണ്. അങ്ങനെയെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ബി എ ആയി മാറുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും, എൻഡോതെർമിക് ആയിരിക്കും. എൻഡോതെർമിക് ആയിരിക്കും. എ ബി ആയി മാറുന്നത് ഫോർവേഡ് റിയാക്ഷൻ, അത് എക്സോതെർമിക് ആണെന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുണ്ട്, ബി എ ആവുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ പോയിട്ട് ടെമ്പറേച്ചർ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള താപം കൂടും, ഹീറ്റ് കൂടും, ശരിയല്ലേ. അപ്പോൾ സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, ഹീറ്റ് കുറയ്ക്കണം. ഹീറ്റ് കുറയ്ക്കണമെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യണം, ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പോഴാണ് അവിടെ ഹീറ്റ് കുറയുക. ഹീറ്റ് നമ്മൾ ഇങ്ങോട്ട് വാങ്ങുമ്പോഴാണ് ചുറ്റുള്ള ഹീറ്റ് എന്ത് ചെയ്യുക, കുറയുക. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനെ വിളിച്ച പേരെന്താ, എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ അവിടെ ഏത് റിയാക്ഷൻ സ്പീഡായി, ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡായി. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ സ്പീഡാവും. എൻഡോതെർമിക് റിയാക്ഷൻ സ്പീഡാവും. ടെമ്പറേച്ചർ കുറയ്ക്കുക നമ്മൾ ചെയ്ത്. അപ്പോൾ എന്താണ് എഫക്റ്റ് എന്ന് ചോദിക്കുക. ടെമ്പറേച്ചർ കുറച്ചാൽ ഹീറ്റ് കുറയും. അപ്പോൾ ഹീറ്റ് കൂട്ടണം. എന്ത് ചെയ്യണം, ഹീറ്റിനെ അങ്ങോട്ട് വിടണം, ഹീറ്റിനെ പുറന്തള്ളണം. അപ്പോഴാണ് അവിടെ ഹീറ്റ് കൂടുക, ശരിയല്ലേ. അപ്പോൾ ഹീറ്റ് പുറന്തള്ളണം. ഹീറ്റ് പുറന്തള്ളണമെങ്കിൽ ആ റിയാക്ഷൻ വിളിച്ച പേരെന്താ, എൻഡോതെർമിക്. ഇതിൽ ഏതാ എൻഡോതെർമിക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫോർവേഡ് റിയാക്ഷൻ ആണ്. എ ബി ആവണതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, എ കുറേ ബി ആയി മാറും. അവിടെ എക്സോതെർമിക് റിയാക്ഷൻ സ്പീഡാവും. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷന് ഫേവറബിൾ ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചറും എക്സോതെർമിക് റിയാക്ഷന് ഫേവറബിൾ ആയിട്ടുള്ള ലോ ടെമ്പറേച്ചറും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്താണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൽ പഠിക്കേണ്ടത്, എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്താ പഠിച്ചു, കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു, വോളിയത്തിൻ്റെ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു. ദെൻ നമ്മുടെ 4 എഫക്റ്റുകളും നമ്മൾ നോക്കി, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, വോളിയം, പ്രഷർ. ഇനി ഒരെണ്ണം കൂടി നിങ്ങൾ അതിൻ്റെ ഒപ്പം പഠിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ റിയാക്ഷനിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ്. ആരാണ്, കാറ്റലിസ്റ്റ്. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ റിയാക്ഷൻ വല്ലതും സംഭവിക്കുമോ? ഏത് റിയാക്ഷന്, റിവേഴ്സിബിൾ റിയാക്ഷൻ കേട്ടോ. മറ്റേ റിയാക്ഷൻ ആണെങ്കിൽ എളുപ്പമായിരുന്നു, സ്പീഡ് കൂടുന്നു പറഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് ഒരു റിയാക്ഷൻ മാത്രമല്ല, ബാക്ക്വേർഡ് റിയാക്ഷനും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എ ബി ആവുന്ന റിയാക്ഷൻ എന്ത് ചെയ്യും, സ്പീഡിൽ നടക്കും. റിയാക്ഷൻ സ്പീഡ് പെട്ടെന്ന് കൂടും. ബി അപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എ ആയിട്ട് മാറും. ഏത് റിയാക്ഷൻ്റെ ആ സ്പീഡ് അങ്ങോട്ട് കൂടുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യും.
അത് മാത്രമേ എവിടെ സംഭവിക്കുന്നുള്ളൂ, കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നുള്ളൂ. ഈക്വിലിബ്രിയത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഫോർവേഡ് റിയാക്ഷൻ മാത്രമായിട്ടോ ബാക്ക്വേർഡ് റിയാക്ഷൻ മാത്രമായിട്ടോ അല്ല എന്ത് ചെയ്യുന്നത് അവിടെ സ്പീഡ് ആവുന്നത്, രണ്ടും ഒരുമിച്ച് സ്പീഡ് ആവുന്നു, റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നു. സോ ഇക്വിലിബ്രിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യുന്നു. അത് മാത്രമാണ് എവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. കാറ്റലിസ്റ്റിൻ്റെ കേസിൽ ആലോചിക്കേണ്ടത്, വേറെ ഒന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? കാറ്റലിസ്റ്റിന് ഒരു എഫക്റ്റും അവിടെ ഇല്ല, ഇക്വിലിബ്രിയത്തിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇക്വിലിബ്രിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റും. കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ റിയാക്ഷൻസിൽ പെട്ടെന്ന് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സ്പീഡ് പെട്ടെന്ന് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരുമിച്ച് വരും. ഓക്കെ, സോ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. സോ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച്. ഫസ്റ്റ് 2 നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് പഠിച്ചു. ലോഹ സംയുക്തം കണ്ട എക്സാമ്പിൾ ഏതൊക്കെ? അമോണിയ, സൾഫ്യൂരിക് ആസിഡ്. അത് മാത്രമല്ല വേറെ കുറേ ഉണ്ട് കേട്ടോ. അമോണിയയുടെ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ലബോറട്ടറി പ്രൊഡക്ഷൻ, യൂസസ്, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. സൾഫ്യൂരിക് ആസിഡ്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, ലബോറട്ടറി പ്രിപ്പറേഷൻ നോക്കുന്നില്ല, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, കോണ്ടാക്ട് പ്രോസസ് എന്ന് പറഞ്ഞ് പഠിച്ചു. 4 സ്റ്റേജ് പഠിച്ചു. കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, യൂസസ്. ഓക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടിപ്പിക്കൽ ടൈപ്പ് റിയാക്ഷൻസിനെ പറ്റി മനസ്സിലാക്കി. റിവേഴ്സിബിൾ റിയാക്ഷൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ഒരേ സ്പീഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് ഡൈനാമിക് ഇൻ നേച്ചറാണ്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്, കാണാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. പിന്നെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് നോക്കി, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ. പിന്നെ അവസാനം കാറ്റലിസ്റ്റും. ഇനി വലിയ ക്ലാസ്സിലേക്ക് നോബൽ ഗ്യാസിൻ്റെ എഫക്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ നമുക്കത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ 4 നോക്കിയാൽ മതി. പ്രഷർ, വോളിയം, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. ദെൻ എന്ത് ചെയ്യുക, കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയായാൽ നമ്മുടെ ചാപ്റ്റർ എന്തായി, കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടോപ്പിക്കാണ്, ലെങ്ത് ഉള്ള ടോപ്പിക്കാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഈ ഭാഗത്തു നിന്ന് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ റിയാക്ഷനിൽ പ്രഷർ കൂട്ടി എന്ത് സംഭവിക്കും, ഈ റിയാക്ഷനിൽ വോളിയം കൂട്ടി എന്ത് സംഭവിക്കും, ഈ റിയാക്ഷനിൽ വോളിയം കുറച്ചാൽ എന്ത് സംഭവിക്കും, ഈ റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടി എന്ത് സംഭവിക്കും, ഈ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അക്കോർഡിംഗ് ടു ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നിങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, പ്രഷർ കൂട്ടി സിസ്റ്റം കുറയ്ക്കാൻ ശ്രമിക്കും. സോ ഈ റിയാക്ഷൻ നടക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതാൻ നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് അവസാനിപ്പിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നത് സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യുന്നു. വാട്ട് ഹാപ്പൻ വെൻ വി increase the pressure, when we increase the pressure? What happen when we decrease the volume? When we decrease the volume. What happen when we add a catalyst? Add a catalyst. നോക്കല്ലേ, ആദ്യം പ്രഷറിൻ്റെ കേസ് നോക്കാം. പ്രഷർ ആണെങ്കിലും വോളിയം ആണെങ്കിലും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബേസിൽ 3 മോൾ റിയാക്റ്റൻറ്റ്, 2 മോൾ പ്രൊഡക്റ്റ്, 2 മോൾ പ്രൊഡക്റ്റ്, 3 ആൾ 2 ആൾ, ആൾ കൂടി കൊടുത്ത പ്രഷർ കൂടുതൽ, ആൾ കുറഞ്ഞു കൊടുത്ത പ്രഷർ കുറവ്. സോ ഫോർവേഡ് റിയാക്ഷൻ പ്രഷർ കുറയുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ പ്രഷർ കൂടുന്നു. നമ്മൾ എന്ത് ചെയ്തു, പ്രഷർ കൂട്ടി. സിസ്റ്റം എന്ത് ചെയ്യണം, പ്രഷർ കുറയ്ക്കണം. പ്രഷർ കുറയ്ക്കണമെങ്കിൽ ഏത് റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എന്താ ഉത്തരം വരിക, ഫോർവേഡ് റിയാക്ഷൻ സ്പീഡായി. ഫോർവേഡ് റിയാക്ഷൻ സ്പീഡായി അക്കോർഡിംഗ് ടു ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അടുത്ത് വോളിയം ഞാൻ കുറച്ചു. വോളിയം കുറച്ചാൽ വോളിയം കൂട്ടാൻ നോക്കും. വോളിയം ഇതേപോലെ തന്നെ 3 ആളുടെ അവിടെയാണ്, 2 ആളുടെ അവിടെയാണ് അപ്പോൾ വോളിയം കൂടുതൽ. ഇവിടെ വോളിയം കൂടുതലും ഇവിടെ വോളിയം കുറവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും വോളിയം കുറയുന്നു, വോളിയം കുറയുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും വോളിയം കൂടുന്നു. നമ്മൾ വോളിയം എന്ത് ചെയ്തു, കുറച്ചു. അപ്പോൾ വോളിയം കൂടണം. വോളിയം കൂടണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. അപ്പോൾ ഇവിടെ വോളിയം കുറച്ച് എന്താ ഉണ്ടാവുക, ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡാവും. ഏത്, സൾഫർ ട്രയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ആയി മാവുന്ന റിയാക്ഷൻ സ്പീഡിൽ നടക്കും. ഓക്കെ അല്ലേ? ദെൻ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തു, എന്തുണ്ടാവും, ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡാവും, ഫോർവേഡ് റിയാക്ഷൻ സ്പീഡാവും. പെട്ടെന്ന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇക്വിലിബ്രിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യും. ഇക്വിലിബ്രിയം അറ്റൈൻഡ് ഇൻ മാക്സിമം സ്പീഡ്, വളരെ സ്പീഡായിട്ട് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് അക്കോർഡിംഗ് ടു ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. പറ്റിയ ലോയും സ്റ്റേറ്റ് ചെയ്യുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, ലെ-ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ കൂടി സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ എന്തായി, കവറായി.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 ചാപ്റ്ററാണ്. നെക്സ്റ്റ് പാർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ.